മക്കളെ, നമ്മുടെ +2 എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു ഭാഗമാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. എനർജി ഫ്ലോ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഫുഡ് ചെയിൻ എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗത്തിനെ വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ മലയാളത്തിൽ ഭക്ഷ്യശൃംഖല എന്നറിയപ്പെടുന്ന ഫുഡ് ചെയിനെ പറ്റിയിട്ടാണ് ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പോകും. അല്ലേ? ഈ ഫുഡ് ചെയിനെ പറ്റി പറയുമ്പോൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ പഠിച്ചു വരുന്നതാണ് ഫുഡ് ചെയിൻ. എല്ലാവർക്കും അറിയാവുന്ന വളരെ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിച്ചു വരുന്ന ഒരു ഫുഡ് ചെയിനെ ഞാൻ വെറുതെ ഇവിടെ ഒന്ന് എഴുതി വെക്കാം. അല്ലേ? ഇവിടെ ഞാൻ ആരെ പറ്റി പറയുന്നു? പുല്ലിനെ പറ്റി പറയുന്നു. ഗ്രാസ് ആണ്. ഗ്രാസിനെ തിന്നിട്ട് അവിടെ ഒരു ആളിരിക്കുന്നുണ്ട്. അവൻ്റെ പേര് ഗ്രാസ് ഹോപ്പർ എന്നാണ്. അല്ലേ? ഈ ഗ്രാസ് ഹോപ്പറിനെ തിന്ന് അവിടെ ഒരു തവള ഇരിക്കുന്നുണ്ട്. ഫ്രോഗാണ്. എടാ, ഈ ഫ്രോഗിനെ തിന്ന് വളരെ മനോഹരമായിട്ട് നമ്മളെ ചിരിച്ച് കാണിച്ചുകൊണ്ട് ഇവിടെ ഒരു പാമ്പിരിക്കുന്നുണ്ട്. ശരിയല്ലേ? വളരെ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് ഗ്രാസും ഗ്രാസ് ഹോപ്പറും ഫ്രോഗും സ്നേക്കും പഠിച്ചു വന്ന ആൾക്കാരാണ് നമ്മൾ. ഇത് ഭക്ഷ്യശൃംഖലയാണെന്ന് ആർക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവൻ്റെ ആരോ മാർക്കുകളെ ഒന്ന് കാണിക്കാം. പുല്ലിനെത്തുന്ന പുൽച്ചാടിയുടെ നേർക്കല്ലേ ഞാൻ ആരോ മാർക്ക് ഇടേണ്ടത്? അപ്പോൾ പുല്ലിനെത്തുന്ന പുൽച്ചാടിയുടെ നേരെ ഞാനൊരു ആരോ മാർക്ക് ഇടുന്നു. അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ പുൽച്ചാടിയെ ആര് തിന്നു? തവള തിന്നാൽ ആ തവളയുടെ നേർക്ക് ഞാനൊരു ആരോ മാർക്ക് ഇട്ട് കൊടുക്കുന്നു. തവളേനെ പാമ്പ് തിന്നാൽ ആ പാമ്പിന്റെ നേർക്ക് തവളയിൽ നിന്നും ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക. അല്ലേ? ലളിതം, സുന്ദരം. ഇവിടെ നോക്കൂ. അങ്ങനെയാണെങ്കിൽ മക്കളെ, പുല്ല് ഏത് വിഭാഗത്തിൽ പെടുന്നവനാണ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, എനിക്കും അറിയാവുന്ന പോലെ, പുല്ല് ഒരു സസ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവൻ്റെ താഴെ ചുവടെ ഞാൻ പ്ലാന്റ്സ് എന്നിവിടെ എഴുതി വെക്കുന്നു. സസ്യത്തിനെ തിന്നവൻ സസ്യബുക്കുകളാണെന്നും പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്നവൻ ഹെർബിവോർ വിഭാഗത്തിൽപ്പെടുന്നവനാണെന്നും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ഇവനെ ഇവിടെ ഹെർബിവോർ എന്ന് എഴുതി വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹെർബിവോർ മാംസമാണ്. മാംസത്തിനെ തിന്നുന്നവനെ മാംസബുക്കുകളെന്നും ഫ്ലഷ് കഴിക്കുന്നവനെ കാർണിവോറുകൾ എന്നുമാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഇവനെ ഇവിടെ എന്ത് വിളിക്കുന്നു? കാർണിവോർ എന്ന് വിളിക്കുകയാണ്. എന്ത് വിളിക്കുകയാണ്? കാർണിവോർ. അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിച്ചേ, കാർണിവോർ എന്ന് വിളിച്ചപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലും ഫ്ലഷ് കഴിച്ചവനാ. അപ്പോൾ ഞാൻ ഇവനെ എന്ത് വിളിച്ചു? കാർണിവോർ എന്ന് വിളിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഫുഡ് ചെയിൻ പ്രകാരം ഏറ്റവും മുകളിലിരിക്കുന്ന സ്നേക്ക്, അല്ലേ, അവൻ ടോപ്പ് കാർണിവോറാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഫുഡ് ചെയിൻ പ്രകാരം ഓരോരുത്തരും ഓരോ പ്രത്യേക പൊസിഷനുകൾ അക്വയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എക്സാമ്പിളിന് ഏറ്റവും തുടക്കത്തിലെ പൊസിഷൻ അക്വയർ ചെയ്തത് സസ്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ വരുന്നത് സസ്യബുക്കുകളായിരിക്കും. ശരിയല്ലേ? മാംസബുക്കുകൾ വരില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ പ്രത്യേകമായിട്ടുള്ള പൊസിഷൻ അച്ചടക്കത്തോടെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിൽ കയറിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം പുല്ലുകളാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പുല്ലെന്ന് പറയുന്നത് ഒന്നാമത്തെ പൊസിഷനിലായിരിക്കുന്നത്. ഞാനപ്പോൾ അവന് നേരെ ഫസ്റ്റ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന പുൽച്ചാടികൾ സെക്കൻഡ് എന്ന് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന ഫ്രോഗുകൾ മൂന്നാമത്തെ സ്ഥലത്താണ് തേർഡ് എന്ന് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആള്, ശരിയല്ലേടാ മക്കളെ, ഈ കാണുന്ന സ്നേക്ക് എന്ന് പറയുന്ന ആള് എത്രാമതായിട്ടാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 3 കഴിഞ്ഞാൽ 4 എന്നാണ് സാറേ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ശരിയാണ്, 4ാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ സാറേ, പൊസിഷനെ എന്തെങ്കിലും ഒരു ടേം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഈ പൊസിഷനുകളെ ട്രോഫിക് ലെവലുകൾ എന്ന വാക്കുകൊണ്ട് വിളിച്ചോളൂ. ഓക്കെ ആണല്ലോ? ഷോർട്ട് ഫോം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ട്രോഫിക്കിന്റെ
ടി എടുത്തോ മക്കളെ, ലെവലിന്റെ എൽ എടുത്തോ മക്കളെ, ടി എൽ എന്നുകൂടി നമുക്ക് രേഖപ്പെടുത്താം. ശരിയാണല്ലോ. അപ്പൊ ടി എൽ കണ്ടാൽ എന്താണെന്ന് മനസ്സിലാക്കുക, ട്രോഫിക് ലെവൽ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകും തോറും എനിക്ക് എഴുതാൻ ചെറിയൊരു മടിയുള്ളത് കൊണ്ട് ഞാൻ ഇവനെ ട്രോഫിക് ലെവൽ എന്ന് രേഖപ്പെടുത്താൻ ടി എൽ ഇട്ട് കൊടുക്കുന്നു. കൂടെ നിങ്ങൾ മനസ്സിലാക്കുകയും കൂടി വേണം. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത കണ്ടീഷനിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാ. സാറേ, ഈ കാണുന്ന ഗ്രാസ് എന്ന് പറയുന്ന ആള് ആണല്ലോ സാറേ ഈ കാണുന്ന എല്ലാവർക്കും ഇവിടെ ഫുഡ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. കാരണം അവൻ ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയും അത് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഗ്രാസ് ഹോപ്പർ നേരിട്ട് ഗ്രാസിനെ ആശ്രയിച്ചപ്പോൾ ഈ കാണുന്ന ഫ്രോഗ് ഇൻഡയറക്ട്ലി പ്ലാന്റിനെ ആശ്രയിച്ചു എന്ന് പറയാം. എങ്ങനെയാണ് അവൻ ഇൻഡയറക്ട്ലി ആശ്രയിച്ചത്? ആ ഫ്രോഗിന് ഭക്ഷണം കൊടുത്തത് ഗ്രാസ് ഹോപ്പറാ. ഗ്രാസ് ഹോപ്പർ അവിടെ നിലനിൽക്കാൻ ഭക്ഷണം കൊടുത്തത് ഗ്രാസ് ആണ്. ആ ഗ്രാസ് ഹോപ്പർ ഇല്ലെങ്കിൽ ആ ഫ്രോഗിന് ഭക്ഷണം കിട്ടുമോ? ഇല്ല. അതിനർത്ഥം ഈ കാണുന്ന ഫ്രോഗ് ഇൻഡയറക്ട്ലി ആശ്രയിക്കുന്നുണ്ട്? ഓട്ടോട്രോഫ് ആയിട്ടുള്ള പ്ലാന്റുകൾ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാൻ ഉള്ള ആളാണിത്. ഭക്ഷണം കൊടുക്കുന്ന ആളെ നമ്മൾ പ്രൊഡ്യൂസർ എന്ന് വിളിച്ചു. ഭക്ഷണം കൊടുത്തവനെ വിളിച്ച പേരെന്താ? പ്രൊഡ്യൂസർ. ഭക്ഷണം വാങ്ങി കഴിച്ചവനെ നമ്മൾ എന്താ വിളിക്കുക എന്ന് ചോദിച്ചാൽ പറയണം, ഭക്ഷണം വാങ്ങി കഴിച്ചവനെ നമ്മൾ വിളിക്കുന്ന പേര് കൺസ്യൂമർ എന്നാണ്. ഭക്ഷണം വാങ്ങി കഴിച്ചവനെ വിളിച്ച പേരെന്താ? കൺസ്യൂമർ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നതും ഒരു കൺസ്യൂമർ ആണ്, ഭക്ഷണം വാങ്ങി കഴിച്ചവനാണ്. ശരിയല്ലേ? ഈ കാണുന്നതും ഭക്ഷണം വാങ്ങി കഴിച്ചവനാ. ഭക്ഷണം വാങ്ങി കഴിച്ചവനെ നമ്മൾ എന്താടാ വിളിക്കുക? കൺസ്യൂമർ. മക്കളെ, കൺസ്യൂമറുകളെ നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്നവനല്ലേ ഏറ്റവും തുടക്കത്തിൽ ഭക്ഷണം വാങ്ങി കഴിച്ചവൻ? അവനാണ് അപ്പോൾ ആദ്യത്തെ കൺസ്യൂമർ. അവനെ നമ്മൾ പ്രൈമറി കൺസ്യൂമർ എന്ന് വിളിച്ചു. പ്രൈമറി ഇങ്ങനെയും എഴുതാം. ഓക്കെ ആണല്ലോ. ഇത് രണ്ടാമത്തെ ആളാണ്. കൺസ്യൂമറിലെ രണ്ടാമത്തെ ആളെ നമ്മൾ സെക്കൻഡറി കൺസ്യൂമർ എന്ന് വിളിച്ചു. ദാ ഞാൻ ഇങ്ങനെ എഴുതും. ഇത് മൂന്നാമത്തെ ആളാ. മൂന്നാമത്തെ ആളെ ഞാൻ ടെറിഷറി കൺസ്യൂമർ എന്ന് വിളിച്ചു. എനിക്ക് ഇങ്ങനെയും എഴുതാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫുഡ് ചെയിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് ഒരു ഫുഡ് ചെയിൻ എഴുതി ആ ഫുഡ് ചെയിൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടൊന്ന് ലേബൽ ചെയ്ത് നോക്കിക്കേ. നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ആണല്ലോ.